അർജന്റീന മാർട്ടീനസ് ആയിരുന്നു. മുഖത്തെല്ലായി. മാർട്ടിനാണോ മാർട്ടീനസ് ആണ്? അർജന്റീന മാർട്ടീനസ് മൊലീന റൊമേറോ സെമിസ്. ഓ തെറ്റിപ്പോയി വീണ്ടും. ഇനി ആദ്യം മുതൽ ചെയ്യണം. ഓ മാർട്ടീനസ് ബൊലീനോ റൊമേറോ നെയ്മർ. നെയ്മർ വേറെ ടീമാണ്. മാർട്ടീനസ് ബൊലീനോ റൊമേറോ സെൻസി. മാർട്ടീനസ് ബൊലീനോ റൊമേറോ ഓ ഫുൾ കൺഫ്യൂഷൻ. മാർട്ടീനസ് ബൊലീനോ റൊമേറോ സെൻസി. ഇതെന്താ സംഭവം? അത് വേൾഡ് കപ്പ് ഒക്കെ അല്ലേ? അതിന് ഈ മുഖത്ത് നീ വാർത്തേ? ഓഫീസിലാണെങ്കിൽ എല്ലാരും ഫുട്ബോളിനെ പറ്റിയ സംസാരം. സ്വാഭാവികം. എനിക്കാണെങ്കിൽ അതിനെപ്പറ്റി വലിയ ധാരണയില്ല. ക്രിക്കറ്റിനെ പറ്റി നല്ല ധാരണയാണല്ലോ. ഞാനാണെങ്കിൽ അവരുടെ മുന്നിൽ ആണാവാൻ വേണ്ടി ഒരു റൊണാൾഡോ ഫാനാണെന്ന് തന്നെ തള്ളി. റൊണാൾഡോ ഫാൻ ഗേൾ. റൊണാൾഡോ ഏത് ടീമിലാ നിനക്കറിയാമോ? അപ്പൊ അറിയില്ലായിരുന്നു. പിന്നെ റൊണാൾഡോ അർജന്റീന ടീമിലാന്ന് പറഞ്ഞു പോയി. ദൈവമേ, എന്നിട്ടെന്തായി? അപ്പൊ കേറിയതാ ഞാൻ എയറില്. അപ്പൊ ഇനി അടുത്ത വേൾഡ് കപ്പ് വരെ നമുക്ക് എയറിൽ വെക്കാം അല്ലേ? അതിന് ഈ ടീനെ ചാവണം. നാളെ ഓഫീസിൽ പോകുന്നതിന് മുന്നേ ബ്രസീലിനെ അർജന്റീനയൊക്കെ പറ്റി കൊലക്ക് കുടിച്ച് ഞാൻ പഠിച്ചിരിക്കും. എന്നിട്ടേ ഈ അർജന്റീനയുടെ ജേഴ്സിയിൽ ഒരു റീലും അപ്പൊ പൊളിക്കും. അല്ല, റൊണാൾഡോ അർജന്റീന ടീമിലേക്ക് മാറിയോ? റൊണാൾഡോ പോർച്ചുഗൽ തന്നെയാ. പക്ഷേ ഞാൻ റൊണാൾഡോ ഫാൻ ആണെങ്കിലും ഈ നീലക്കുപ്പായ എനിക്കിഷ്ടം. ഇനി മുതൽ ടീന അർജന്റീന ഫാൻ. അഡിഗോസ് അമിഗോ. വാമോസ് അർജന്റീന. അത് തന്നെ, വാമോസ് അർജന്റീന. യാതൊരു വെളിവും ഇല്ല, ബോധവും ഇല്ലാതെ ഇങ്ങനെ റീൽ ചെയ്യട്ടെ. എടാ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ? ഇല്ല, എനിക്ക് ഈ പേരൊന്നും കിട്ടുന്നില്ല. അച്ചോടാ, ഇത് പഠിക്കാൻ വല്ല ടെക്നിക്കും ഉണ്ടോ? ഓ, അപ്പൊ നിനക്കും അറിയില്ലല്ലേ? മാർട്ടിനസ്, റൊമേറോ, മൊളീഞ്ഞ, അൽവാരസ്, സെൻസി, ടാക്ലഫിക്കോ, ഫെർണാണ്ടസ്, മാക്കലിസ്റ്റർ, പെരഡസ്, ഗോൺസാലസ്, പിന്നെ നിന്റെ മെസ്സി. പോരെ? എടാ മോനെ, ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? അത് ഫുട്ബോളിനോട് കുറച്ച് സ്നേഹം ഉണ്ടായി മതി. അല്ല, നീനെ പട്ടിഷോ കാണിച്ചിട്ടേ യാതൊരു കാര്യമില്ല. ഓ, പട്ടിഷോ എങ്കിൽ പട്ടിഷോ. ടീനെ, ആവശ്യമില്ലാത്ത പണിക്ക് നിക്കണോ? നിക്കും. ഇതെന്റെ പ്രസ്റ്റീജ് ഇഷ്യൂവാ. നീ എന്തേലും കാണിക്കും. എടാ നിക്കി, നീ ഏതാ ടീം? ബ്രസീൽ. അയ്യേ, ബ്രസീലാ? അയ്യേന്നാ? ബ്രസീൽ എന്താ കുഴപ്പം? നെയ്മർ അല്ലേ? അതെ, നെയ്മറിന്റെ ടീമാണ്. ഇന്നല്ലേ ആദ്യത്തെ കളി? അതെ, കളിക്ക് മുന്നേ നീ ഒന്ന് പ്രാർത്ഥിച്ചേക്കേ നിന്റെ നെയ്മർ വീഴാതിരിക്കാൻ. എടി, നീ ആദ്യം പോയിട്ടേ ഫുട്ബോളിന്റെ സ്പെല്ലിംഗ് പഠി, എന്നിട്ട് മുട്ടാൻ പാ അവളുടെ. അതൊക്കെ എനിക്കറിയാം. FOOTBALL ശരിയല്ലേ? പിന്നെ വളരെ ശരിയാ. ഇതൊക്കെ ഞാൻ പണ്ടേ പഠിച്ചതാ. ഫുട്ബോളിൽ എനിക്ക് വലിയ വിവരമൊന്നുമില്ല, ശരിയാ. പക്ഷെ ബ്രസീലിനെ നോക്കാൻ ഇത്ര വിവരമൊക്കെ മതി. ഇതൊക്കെ നാട്ടിലെ പൂച്ചക്കുട്ടികൾക്ക് വരെ അറിയാം. അതെ, പൂച്ചക്കൂട്ടിലായിരുന്നല്ലോ നിന്റെ മെസ്സിക്ക് പണി. അതെ, നിങ്ങൾ വേൾഡ് കപ്പ് എടുക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു 90 മിനിറ്റ് വീഴാതെ പിടിച്ചിരിക്കോ? അത് പോട്ടെ, വീണത് പോട്ടെ. ഒടുക്കത്തെ കരച്ചിലും. എന്തൊരു ഡ്രാമയാണ് ബ്രോ ഇത്. പോട്ടെ, ഇതൊക്കെ മോക്കാര പറഞ്ഞു തന്നെ. ഞാൻ പറഞ്ഞില്ലേ, മറ്റേ പൂച്ചക്കുട്ടി. ഇതൊക്കെ നാട്ടിൽ മൊത്തം പാട്ട. എനിക്ക് നിന്നോട് ഒന്നും പറയാൻ. റൊണാൾഡോ ആരാ, അർജന്റീന എന്താന്ന് അറിയാൻ പറ്റും. നീയാണ് നെയ്മറിനെ കളിയാക്കാൻ പോണത്. റൊണാൾഡോ പറ്റി എന്തെങ്കിലും പറഞ്ഞോണ്ടല്ലോ. എടി, നീ റൊണാൾഡോ ഫാൻ പറഞ്ഞേ, പുള്ളിയുടെ ബോഡി ലുക്കും കണ്ടിട്ടില്ലേ? അല്ലേ? നല്ല ലുക്ക് അല്ലേ? നല്ല ലുക്കാണ്. എന്റെ ദൈവമേ,
ഫുട്ബോളിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്ത പെങ്ങച്ചനാണല്ലോ നീ എനിക്ക് ഭാര്യയായിട്ട് തന്നത്. അതിന് നീ എന്തിനാ ദൈവത്തിനെ വിളിക്കുന്നേ? നീയല്ലേ എന്നെ പ്രേമിച്ചു കിട്ടിയത്. അതെ, അതാണ് ഞാൻ ചെയ്ത തെറ്റ്, എന്റെ മാത്രം തെറ്റ്. അതങ്ങ് സമ്മതിച്ചാ മതി. ആ, സമ്മതിച്ചു. അല്ല, നിനക്കേ മെസ്സിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? അല്ലെങ്കിൽ എന്റെ ടീം അർജന്റീനയെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും കാണില്ല. ബിക്കോസ് മെസ്സി ഈസ് ഗോഡ്. എടി, എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിലാക്കാൻ ഒരു ബുദ്ധി വേണം. ആ ബുദ്ധി നിനക്കില്ല. എനിക്കിപ്പോ ആവശ്യത്തിനുള്ള വിവരമൊക്കെ ഉണ്ട്. ഓഹോ, ശരി, പറ. ആരാ പെലെ? പറ പറ. ഫുട്ബോൾ പ്ലെയർ. ഫുട്ബോൾ പ്ലെയർ, വെരി ഗുഡ്. താങ്ക്സ്. എടാ മോനെ, പെലേനെ അറിയാത്ത ആരാ ഉള്ളേ? കറുത്തമുത്ത്. ഈ കറുത്തമുത്തിനെ പറ്റി 2 സെന്റൻസ് പറയാൻ പറ്റുമോ? പറ. പെലെ ഈസ് എ ഫുട്ബോൾ പ്ലെയർ ആൻഡ് ഹി പ്ലേഡ് വെൽ. ഹി ഈസ് ദ കിങ് ഓഫ് ദി ഫുട്ബോൾ. യെസ്, ഹി ഈസ് ദ കിങ് ഓഫ് ഫുട്ബോൾ. ഈ കിങ് ഏത് ടീമിലാ കളിച്ചോണ്ടിരുന്നേ? ഏത് ടീമിലാ കളിച്ചുകൊണ്ടിരുന്നേ? പറ പറ പറ. അർജന്റീനയോ? ബ്രസീൽ? ബ്രസീൽ. അതൊക്കെ എനിക്കറിയാം. അയ്യ, എനിക്കറിയാം. എന്നാ മോള് ഇതും കൂടെ കേട്ടോ. ഞങ്ങൾക്ക് 3 വേൾഡ് കപ്പ് എടുത്തുന്നത് ഈ കിങ് ആണ്. അയ്യ, 3 വേൾഡ് കപ്പേ ഉള്ളൂ. ഞങ്ങൾക്ക് 3 ഉണ്ട്. ഈ വർഷം കൂടെ കൂട്ടി 4. എന്തായാലും നിങ്ങളുടെ നെയ്മറിനെ കൊണ്ട് ഇതൊന്നും നടക്കില്ല. 1958, 62, 70, 94, 2002, 3 അല്ല 5 കപ്പ്. കണ്ടിട്ടില്ലേ 5 സ്റ്റാർസ് ജേഴ്സിയില്? കണ്ടിട്ടില്ല? ഇവിടെ അല്ലേ ജേഴ്സിയില്? ആരോട് പറയാം. പക്ഷേ ഇനി ഒരു കപ്പ് അത് നടക്കൂല. നീ ആദ്യം ഒരു കാര്യം ചെയ്യും, ടീമിന്റെ പേരൊക്കെ പഠിക്കും, എന്നിട്ട് നമുക്ക് കപ്പെണ്ണ പോരെ? അതൊക്കെ ഞാൻ പഠിച്ചോളാം. നീ ഞങ്ങളുടെ ജേഴ്സി നോക്ക്, ക്ലാസി ആൻഡ് എലഗന്റ്. നിങ്ങളുടെ ഒരുമാതിരി 7up ബോട്ടിന്റെ തൊലി പോലെ ഉണ്ട്. അല്ല, 7up. എടി, നിനക്ക് എന്താടി? ദേ, അടങ്ങിയിരുന്നോട്ടോ നീ, അല്ലെ ഭാര്യനെ നോക്കല, കാലവരി തോട്ടി കളഞ്ഞ. അങ്ങനെ അടങ്ങിയിരിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഉദ്ദേശമില്ലെങ്കിലേ നിന്റെ ഇവിടുത്തെ റൊണാൾഡോ അർജന്റീന കഥയില്ലേ, അത് നാട് മുഴുവൻ ഞാൻ പറഞ്ഞു വരുന്നു. ഫ്ലെക്സ് പഠിക്കും, പിന്നെ നിനക്ക് ഓഫീസിൽ മാത്രമല്ല ഈ നാട്ടിലെ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയോ? കേട്ടല്ലോ? കേട്ടല്ലോ? കേട്ടില്ല. നീ കേൾക്കാതിരിക്കുന്നതാണ്. ദൈവമേ, ഈ ബ്രസീൽ ഫാൻ ഇനി വല്ല ഫ്ലെക്സ് കളിക്കോ? ഇവിടെ ഒന്നും ശരിയാവത്തില്ല. റൂമിൽ പോയി ചെയ്യാം, അതാകുമ്പോൾ ആരും കാണത്തില്ല. ദൈവമേ, ഇത് എന്നെ കൊണ്ട് നടക്കുമെന്ന് തോന്നുന്നില്ല. ഈ പണ്ടാര ഫുട്ബോളിൽ എത്ര ഓവർ ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല. 8 ഓവറല്ലേ? അല്ലേ? അതൊക്കെ എനിക്കറിയാം. എടി, ഒരു ഐഡിയ ഉണ്ട്. വേൾഡ് കപ്പ് കഴിയുന്നവരെ നീ വർക്ക് ഫ്രം ഹോം എടുക്ക്. അതാവുമ്പോ ഒരു ബ്രസീൽ ഫാനെ മാത്രം സഹിച്ചാ മതി. ഏത് ബ്രസീൽ ഫാനെ എന്നെയാ സഹിക്കണ്ടേ? അതും ഒരു അർജന്റീന ഫാനായ എന്നെ. ഓ, ശരി സാർ. എന്റെ കൃഷ്ണ, ബ്രസീൽ പൊട്ടണേ. അങ്ങനെയാണെങ്കിൽ ഞാൻ 10 കിലോ വെളിച്ചെണ്ണ തന്നേക്കാവേ. എടി, ബ്രസീൽ നോക്കാൻ ദൈവത്തിന് വെളിച്ചെണ്ണയോ? അതും 10 കിലോ? ഇതെന്ത് ലോജിക്കോ അത്? അത് ഇന്നത്തെ മാച്ച് കഴിയുമ്പോ നിനക്ക് മനസ്സിലാവും. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പൊട്ട റെഡിയായി നിന്നു. ഓ, മോള് ചെന്നിരുന്ന് പഠിക്കാൻ. എത്ര ടീമുണ്ടെന്ന് അറിയാമോ കളിക്കാൻ? അതൊക്കെ എനിക്കറിയാം. നിനക്കറിയോ എത്ര ടീമുണ്ടെന്ന്? സിമ്പിൾ. ജർമ്മനി, നെതർലൻഡ്, ഫ്രാൻസ്, ക്രൊയേഷ്യ, സ്പെയിൻ, അർജന്റീന. ക്രൊയേഷ്യൻ കളിക്കുന്നുണ്ട്. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. വർക്ക് ഫ്രം ഹോം മതി, ഇല്ലെങ്കിൽ ഓഫീസിലോട്ട് എന്റെ കാലുകൾ ഒടിക്കുക. പോയേ, എനിക്ക് ഒന്ന് കിടന്നുറങ്ങണം. വർക്ക് ഫ്രം ഹോം തന്നെ മതിയല്ലേ? എന്റെ കൃഷ്ണ, നിനക്കറിയാലോ ഞാൻ ശരിക്കും ഒരു റൊണാൾഡോ ഫാനാണെന്ന്. അത് അദ്ദേഹത്തിന്റെ ബോഡിയും ലുക്കും ഒന്നും കണ്ടിട്ടല്ല, പക്ഷേ എന്തോ ഭയങ്കര ഇഷ്ടമാണ്. ബ്ലഡ് ഡൊണേഷൻ, ചാരിറ്റി, അങ്ങനെ എന്തോരം കാര്യങ്ങളാ. പ്യുവർ ഹാർഡ് വർക്കിന്റെ എക്സാമ്പിൾ. ഞാൻ പറയുമ്പോ മെസ്സി, അർജന്റീന എന്നൊക്കെ പറയും, പക്ഷെ ആ കപ്പം പോർച്ചുഗലിന് കൊടുക്കണേ. നേരത്തെ പറഞ്ഞ 10 കിലോ വെളിച്ചെണ്ണയില്ലേ, അത് ഇതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യോ പ്ലീസ്. ജയിച്ചാ മതിയായിരുന്നു.
പലരും അതും ഇതൊക്കെ പറയും. ഒന്നും കാര്യമാക്കണ്ട. കപ്പിനേക്കാൾ ഞങ്ങൾക്ക് വലുത് നിങ്ങളും നമ്മുടെ ടീമോ. നിങ്ങൾ വീണു പോകുമ്പോൾ നിങ്ങൾ മാത്രമല്ല വീഴുന്നത്, ഓരോ ബ്രസീൽ ഫാൻസും കൂടെ വീഴുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ സുൽത്താൻ കളിച്ച് ജയിച്ച് കാണും, കപ്പടിക്കണം. നിങ്ങൾ കരയുമ്പോൾ ഞങ്ങളുടെ നെഞ്ചാ പിടയുന്നത്. ശരിക്കും നിങ്ങളുടെ പവർ അത് ഈ ലോകം മൊത്തം കാണണം, കാണിച്ചു കൊടുക്കണം. അടിക്റ്റ് എന്താ നീ മാറ്റി കാണുന്നില്ലേ? ഈ പാതിരാത്രിക്കോ? നീ ഭയങ്കര കട്ട ഫുട്ബോൾ ഫാനാണല്ലോ, എന്നിട്ട് കാണുന്നില്ലേ? അല്ല, ഞാൻ അർജന്റീന ഫാനാ. ഞാൻ അർജന്റീനയുടെ കളി മാത്രമേ കാണൂ. അയ്യോ, അത് പറ്റില്ല. വൺസ് നമ്മളൊരു ടീമിൽ കയറി കഴിഞ്ഞാൽ എല്ലാ മാച്ചും നമ്മൾ കാണണം, അത് നിർബന്ധം. അതാണ് ഫിഫയുടെ റൂള്. ഞാൻ ഉറങ്ങട്ടെ. ഉറങ്ങട്ടെ എനിക്ക് 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 എഴുന്നേറ്റ് വാ. ഇന്ന കളി കാണാം. 10 seconds only.